എല്ലാവർക്കും ഇന്ന് ജന്മാഷ്ടമിയാണ്. ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയുടെ ആശംസകൾ. ഇന്ന് കഥാമൃതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചിട്ടുള്ള ഒരു കഥയാണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ പറയുമ്പോൾ എത്ര പറഞ്ഞാലും മതിയാവില്ല. ഭഗവാന്റെ മഹിമ അത്രയ്ക്ക് നല്ലതാണ്. എത്ര പറഞ്ഞാലും ആ പ്രേമത്തിൽ നമ്മൾ മുഗ്ധരായിട്ട് പോകും. ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്കൊരു കഥ കൂടെ ഒരു ഓർമ്മ വന്നിരുന്നത് നാരദൻ്റെ ഒരു ചോദ്യമായിരുന്നു. നാരദൻ ഒരു ദിവസം ഭഗവാനോട് ചോദിക്കുകയാണ്, എൻ്റെ ഭഗവാനെ, അദ്ദേഹത്തിൻ്റെ ലീല, താങ്കളുടെ ലീല എന്താണ്? ശരിക്കും മായ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഈ മമമായ ദുരത്യയ എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. ഭഗവത്ഗീതയുടെ തത്വം ആ ബേസ് വെച്ചിട്ടാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത്. എൻ്റെ മയ ദുരത്യയമാണ്, അത് മാറുവാനായിട്ട്, അത് തരണം ചെയ്യാനായിട്ട് എല്ലാവർക്കും പ്രയാസമാണ്. എൻ്റെ ഒരു കാരുണ്യമില്ലാതെ, എൻ്റെ ഒരു അനുഗ്രഹമില്ലാതെ നിങ്ങൾക്ക് ആർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്താണ് ശരിക്കും മായ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ദേശിക്കുന്നത്? അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകളാണ് ഈ കഥയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നാരദൻ എന്ത് ചോദിച്ചാൽ ഭഗവാനോട് ചോദിക്കുക, ആ മായ എന്താണെന്ന് പറഞ്ഞു തരുമോ? പിന്നെന്താ, വരൂ, എന്നെ കൂടെ വരൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നാരദനായിട്ട് നടക്കുകയാണ്. അപ്പോൾ നാരദന് ആകാംക്ഷ കൂടി വന്നു. ഇതെങ്ങനെയാണ് ഭഗവാൻ തെളിയിക്കാൻ പോകുന്നത്? ആ മായ എങ്ങനെയാണ് അദ്ദേഹം പറയാൻ പോകുന്നത് എന്നൊരു ചിന്ത. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ നടന്ന് സംസാരിച്ച നാട്ടുകാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ പറയാണ്, ഒരു കാര്യം ചെയ്യും, എൻ്റെ മായ ഞാൻ മനസ്സിലാക്കി തരുവാനുള്ള ശ്രമത്തിലാണ് തനിക്ക്. അപ്പോൾ അത് വന്ന് പെട്ടെന്ന് നാരദനെ ഒരു കല്യാണം കഴിക്കാനൊരു മോഹം വന്നു. നാരദൻ എന്ത് ചെയ്തു? എനിക്ക് ഭഗവാനെ എനിക്കൊന്ന് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ആ മായ വർക്കൗട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ വേണം. അങ്ങനെ സുന്ദരിയായിട്ടുള്ള സ്ത്രീ പെട്ടെന്ന് ഭഗവാന്റെ ആ സൃഷ്ടിയിൽ ഇങ്ങനെ മുമ്പോട്ട് വരുന്നു. നാരദൻ അവരെ കല്യാണം കഴിക്കുന്നു. വലിയ രീതിയിൽ എല്ലാവരും ദേവന്മാരെയൊക്കെ ക്ഷണിച്ചിട്ട് ആ കല്യാണം നടക്കുകയാണ്. ആ കല്യാണം നടക്കുന്ന സമയത്ത് ഭഗവാന് മനസ്സിലിങ്ങനെ ചിരിക്കുകയാണ്, ഇയാൾ മായയിൽ കുടുങ്ങി. അപ്പോൾ വലിയൊരു കൊട്ടാരം പോലെയുള്ള വീടുണ്ടായി. അതിനുശേഷം നാരദൻ കുറച്ചുകൂടി ജീവിച്ച് മുമ്പോട്ട് പോയി. കുട്ടികളുണ്ടായി. വീട്ടിൽ പല പ്രാരബ്ധങ്ങളും വന്നു. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടുള്ള നാരദൻ ലയിച്ചു പോയി. ഒരു ദിവസം പെട്ടെന്ന് ആ നാട്ടിൽ വലിയൊരു വെള്ളപ്പൊക്കം വന്നു. അപ്പം നാരദനും ആ കുട്ടികളും ഭാര്യയും എല്ലാം കൂടെ ആ വെള്ളത്തിലേക്ക് മുങ്ങാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് നാരദൻ ഭഗവാനെ കൃഷ്ണ എന്ന് വിളിച്ചു. ഭഗവാൻ കൃഷ്ണ എന്ന് വിളിച്ചപ്പോഴേക്കും എന്തിനാ, ഞാൻ തൻ്റെ കൂടെയല്ലേ ഇരിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ തോളിൽ തട്ടുകയാണ്. ഇതാണ് ഭഗവാന്റെ മായ. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുകയാണ് നാരദനെ, കണ്ടോ, ഇതാണ് എൻ്റെ മായ. ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ തന്നെ മായയിൽ കുടുക്കി. ഇത്രയും താൻ ലോകത്തിൽ ഇത്രയും നാൾ ജീവിച്ച പോലെ എനിക്ക് തോന്നും. പക്ഷെ വാസ്തവത്തിൽ ആ ജീവിതം ഇദ്ദേഹത്തിന് മനസ്സിലായത് ആ മായയിലൂടെയാണ്. ഭഗവാന്റെ എല്ലാ മായകളും ഈ ഇത്തരത്തിലുള്ള, ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് ഞങ്ങളും ഈ ലോകത്ത് മായയിലാണ് ജീവിക്കുന്നത്. ഈ അർജുനൻ നാരദനെ കാണിച്ചു കൊടുത്ത അതേ ഒരു മായാലോകത്തിലാണ് ഞങ്ങളുള്ളത്. എന്നാൽ ഈ ചെറിയ സ്റ്റോറിയിലൂടെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത്. ഈ സമയത്ത് ജന്മാഷ്ടമി ദിനത്തിൽ ഈ ഭഗവാനെക്കുറിച്ച് പറയാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഞാനിപ്പോൾ ലണ്ടനിലാണ്. ഈ ഭാഗ്യം നിങ്ങൾക്ക് ലണ്ടനിൽ വെച്ച് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തേംസ് നദിയുടെ തീരത്താണ് ഞങ്ങളിരിക്കുന്നത്. എല്ലാവർക്കും ജന്മാഷ്ടമി ആശംസകൾ.